നമുക്ക് നല്ല ഭക്ഷണം എന്തെങ്കിലും കഴിക്കാൻ പോയാലോ? അതിനെന്താ നിജ, നീ ഇന്ന് എന്റെ കൂടെ പോരൂ. ഇന്ന് നല്ല ഭക്ഷണം ഈ ചേച്ചി വാങ്ങിത്തരും. അപ്പോ ഇന്ന് നല്ല ഭക്ഷണം കഴിക്കാൻ ഒരുപാട് പൈസയാവും. ഇന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം പെട്ടെന്ന് നമുക്ക് ജോലിക്ക് പോവാം. അതെന്താ ചേച്ചി എന്നെ സ്കൂളിലേക്ക് അയക്കാത്തെ? എല്ലാ കുട്ടികളും സ്കൂളിലേക്ക് പോണ്ട്, ചേച്ചിയും ഈ അപ്പക്കുട്ടനും മാത്രം സ്കൂളിലേക്ക് പോകുന്നില്ല. എന്താ ചേച്ചി നമുക്ക് സ്കൂൾക്ക് പോകാൻ പറ്റാത്തെ? നമ്മളെ സ്കൂളിൽ അയച്ചു പഠിപ്പിക്കാൻ നമ്മളെ അച്ഛനും അമ്മയും ഇല്ലല്ലടാ. നമ്മുടെ അച്ഛനും അമ്മ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ അച്ഛനും അമ്മക്ക് എന്ത് പറ്റിയ ചേച്ചി? അപ്പോ നീ ജനിച്ചതോടെ അമ്മ മരിച്ചു. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം അച്ഛനും. നമ്മൾ ആക്രി പൊറുക്കിട്ടല്ലേ മോനെ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഭക്ഷണത്തിന് തെയ്യുന്നില്ല. പിന്നെ എങ്ങനെയാ നമ്മൾ സ്കൂൾ പഠിക്കാൻ പോകുന്നത്? സാരമില്ല ചേച്ചി, ഈ അപ്പുകുട്ടനക്ക് സ്കൂളിലേക്ക് പോകണ്ട, ചേച്ചിന്റെ കൂടെ നടക്കാം. അപ്പോ പെട്ടെന്ന് ഭക്ഷണം കഴിക്കൂ, വേഗം പോണം, ഇല്ലെങ്കിൽ സേട്ടുജി വൈക്ക് പറയും. ഇതെന്ത് ചേച്ചി, ഒരു പീസ് പിസ്സയേ ഉള്ളൂ. ഇത് അപ്പുകുട്ടൻ തിന്നാൻ ചേച്ചിക്ക് വേണ്ടേ? വേണ്ട, ചേച്ചിക്ക് വിശപ്പില്ല, അപ്പുകുട്ടൻ കഴിച്ചോ. പാവം ചേച്ചി, ചേച്ചിക്ക് നല്ല വിശപ്പുണ്ട്. കാശില്ലാത്തത് കൊണ്ടാവാം പിസ്സ വാങ്ങാത്ത. വേഗം കഴിക്കാപ്പോ, നമുക്ക് പോകാം. ചേച്ചിക്ക് കൊടുക്കാതെ എങ്ങനെയാ ഈശ്വര ഞാൻ തിന്നുക? വേഗം കഴിക്കുക അപ്പുകുട്ടാ, നമുക്ക് പെട്ടെന്ന് പോണം. സേട്ടുജി വൈക്ക് പറയേ. ഈശ്വര എന്നോട് ക്ഷമിക്ക്, ചേച്ചിക്ക് കൊടുത്താൽ ചേച്ചി വാങ്ങില്ല. ഈ അപ്പുകുട്ടന് നല്ല ജോലിയും കാശും എല്ലാം ആയിട്ട് ചേച്ചിക്ക് വയറ് നിറച്ചും പിസ്സ വാങ്ങിക്കൊടുക്കണം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞല്ലോ, ഇനി നമുക്ക് പോവാം. ചേച്ചി, പിസ്സ ഒരുപാട് രുചിയുണ്ട്. ഇങ്ങനെ എന്നും നല്ല ഭക്ഷണം കിട്ടിയിരുന്നെങ്കിൽ. അപ്പോ എന്നും ഇങ്ങനെ നല്ല ഭക്ഷണം കഴിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. അപ്പോ നമ്മൾ പാട്ടിയും ഡബ്ബിയും പൊറുക്കി വിറ്റുന്ന കാശ് അതിനൊന്നും മതിയാവില്ല. നമുക്ക് കിട്ടുന്ന കാശ് നോക്കിയും കണ്ടും ചെലവാക്കണപ്പോ. ഇല്ലെങ്കിൽ നാളത്തേക്ക് എന്തിനെങ്കിലും പെട്ടെന്ന് ആവശ്യം വന്നാൽ എന്താ ചെയ്യാ? ആരോടാ ചോദിക്കാ? നമ്മളെ സഹായിക്കാൻ ആരുമില്ലല്ലോ. ശരിയാ ചേച്ചി, പക്ഷേ അപ്പുകുട്ടന് നല്ല ഭക്ഷണം കിട്ടാത്തത് കൊണ്ടല്ലേ. നല്ല ഭക്ഷണം തിന്നാനുള്ള കൊതി കൊണ്ട് പറഞ്ഞു പോയതാ. ബാ, സേട്ടുജി നമ്മളെ വൈക്ക് പറയും, നമുക്ക് പെട്ടെന്ന് പോവാം. ജോലിക്ക് പിള്ളേരെല്ലാം വന്നിട്ടുണ്ടാവും. വൈകി പോയാൽ നമുക്ക് ഡബ്ബിയാളൊന്നും കിട്ടൂല. ഡബ്ബയും പാട്ടയും പൊറുക്കി കിട്ടിയാൽ അതിന് കിട്ടുന്ന 5-10 രൂപക്ക് വേണം വൈകുന്നേരം ഭക്ഷണം കഴിക്കാൻ. പെട്ടെന്ന് വാ. പാവം ചേച്ചി ഭക്ഷണമൊന്നും കഴിച്ചില്ല, അപ്പുകുട്ടനക്ക് മാത്രം വാങ്ങി തന്നു. ഒരുപാട് താമസിച്ചു അപ്പുകുട്ട, ഒന്ന് വേഗം നടക്ക്. ചേച്ചി, നമുക്ക് ജോലിക്ക് പോയിട്ട് വേഗം വന്നിട്ട് പന്ത് കളിക്കാൻ പോണം. ഞാൻ കളിക്കാൻ പോയിക്കോട്ടെ? വൈകുന്നേരം വന്നിട്ടല്ലേ കളിക്കാൻ പോണത്. നീ ഇപ്പൊ ഒന്ന് പെട്ടെന്ന് നടക്ക്. ആ സേട്ടുജി ചുമ്മാ വൈക്ക് പറയും. സേട്ടുജി, ഞങ്ങൾ ഇന്ന് ജോലിക്ക് പോയിക്കോട്ടെ? നിങ്ങൾ ഇനി ജോലിക്ക് വരണ്ട. ഇത്രയും വൈകിട്ടാണോ ജോലിക്ക് വരുന്നത്? സേട്ടുജി, അത് ഇന്ന് രാവിലെ ഭക്ഷണം കഴിക്കാൻ പുറത്തു പോകേണ്ടി വന്നു, അതുകൊണ്ടാ വൈകിയത്. ഇനി വേഗം വന്നോണ്ട്. എല്ലാ പിള്ളേരും നേരത്തെ വന്ന് ജോലിക്ക് പോയി. നിങ്ങൾ ഇത്രയും വൈകിട്ട് വന്നിട്ട് എന്ത് ജോലിയാണ് ഞാൻ തരേണ്ടത്? സേട്ടുജി, ജോലി ഇല്ലാന്ന് മാത്രം പറയല്ലേ സേട്ടുജി. നിങ്ങൾ എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാം. ഇന്ന് വൈകുന്നേരം ഭക്ഷണം കഴിക്കാൻ പോലും കാശില്ലാത്തത് കൊണ്ടാണ്. ഇനി മേലാൽ വൈകി വരരുത്. ഇവിടെ ജോലി വേണമെങ്കിൽ കൃത്യസമയത്ത് വരണം. ഹായ് സേട്ടുജി, ഇനി മുതൽ വൈകിയില്ല, കൃത്യസമയത്ത് എത്തിക്കോളാം. ഇന്ന് എല്ലാ പിള്ളേരും പയോക്കത്തിലേക്ക് പോയിന്. നിങ്ങളും പോയിക്കോളൂ. ആർക്ക് ഇന്ന് കുറഞ്ഞത് 10-50 പാട്ടെങ്കിലും പൊക്കിക്കൊണ്ടാണ്, ഇല്ലെങ്കിൽ കാശ് തരില്ല. ഹായ് സേട്ടുജി, വേഗം പോയിക്കോളൂ. നേരത്തെ പറഞ്ഞില്ലേ സേട്ടുജി വൈക്ക് പറയുന്നു. വേഗം നടക്ക്. ഇനിയെങ്കിലും ഇന്ന് ഡബ്ബിയും പാട്ടും കിട്ടിയില്ലെങ്കിൽ കാശ് തരില്ല എന്നല്ലേ പറഞ്ഞത് ചേച്ചി? അതെ അപ്പുകുട്ട, ഡബ്ബിയും പാട്ട് ഒരുപാട് കിട്ടിയില്ലെങ്കിൽ സേട്ടുജി നമുക്ക് ഇന്ന് കാശ് തരില്ല. വൈകുന്നേരം ഇന്നും പട്ടിണി കിടക്കേണ്ടി വരും. അതുകൊണ്ട് മോന് വേഗം വേഗം പൊറുക്കിയിടണേ. അവരെന്താ ഇന്ന് ഇത്ര നേരം വൈകിയേ? അറിയില്ല, നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഇന്ന് നമ്മള് ഭക്ഷണം അതൊന്നുമില്ല മിയ, ഇന്ന് ഭക്ഷണം കഴിക്കാൻ പുറത്തു പോയി, അതുകൊണ്ട് കുറച്ച് വൈകിയതാ. സേട്ടുജി വൈക്ക് പറഞ്ഞില്ലേ? പറഞ്ഞു, ഒത്തിരി വൈക്ക് പറഞ്ഞു. നാളെന്ന് വൈകി വന്നാൽ ജോലിയും തരില്ല പറഞ്ഞു. എന്നാ വേഗം പൊറുക്കിക്കോളൂ, ഇല്ലെങ്കിൽ കാശ് തരില്ല. ആ സേട്ടുജി ശരിയില്ല, ആള് മഹാ ചറ്റയാണ്. ഇതാ അപ്പുക്കുട്ട, ഇതാ ഇവിടെ കുപ്പിയും ഡബ്ബ എല്ലാം കിടക്കുന്നു. വേഗം വേഗം പൊറുക്കിയിട്. എല്ലാരും വേഗം വേഗം പൊറുക്കിക്കോളൂ. എത്ര പൊറുക്കിക്കൊണ്ടേ കൊടുത്താലും സേട്ടുജി ഒരല്പം പോലും പൈസ കൂട്ടിത്തരില്ല. എപ്പോഴും തരുന്ന 5-10 തരുള്ളൂ. കുറച്ച് പൊറുക്കി കൊണ്ടേ കൊടുത്തിട്ട് തല്ല് കൊള്ളണ്ടല്ലോ. അതിലും നല്ലതല്ലേ കുറെ കൊണ്ടേ കൊടുത്തിട്ട് 5-10 വാങ്ങുന്നത്. ആ, അതും ശരിയാ. അയ്യോ, എന്താ പറ്റിയ അപ്പുകുട്ട? എന്തിനാ അപ്പുകുട്ടൻ കരയുന്നേ?
പറഞ്ഞത് ശരിയാ. നമുക്ക് പെട്ടെന്ന് ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറയാം. സേട്ടുജിന്റെ അടുത്തേക്ക് പോവാ. ഓ, നീ അപ്പക്കുട്ടനെ കൂട്ടിയിട്ട് പോ. ഞങ്ങൾ ഇതെല്ലാം പെറുക്കി എടുത്തിട്ട് വരാം. അരിയല്ലടാ അപ്പക്കുട്ട, സേട്ടുജിന്റെ അരികെ പോയിട്ട് പറയാം. സേട്ടുജി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ചേച്ചി, അപ്പക്കുട്ടന് വേദനിക്കുന്ന. നിങ്ങളെന്താ പെട്ടെന്ന് തിരികെ വന്നത്? സേട്ടുജി, അത് അപ്പക്കുട്ടന്റെ കയ്യിലേക്ക് കുപ്പി കയറിയിട്ട് കൈന്റെ വിരല് മുറിഞ്ഞു പോയി. അതിനെന്താക്കണം? അപ്പക്കുട്ടന് കയ്യിൽ ഒത്തിരി ചോര വരുന്നുണ്ട്, വേദനിക്കുന്നുണ്ട്. സേട്ടുജി, എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അങ്ങനെ ഹോസ്പിറ്റലിലേക്കൊന്നും കൊണ്ടുപോകാൻ പറ്റൂല. നിങ്ങളൊരു തുണി കെട്ടിയിട്ട് നിങ്ങൾ വീട്ടിൽ പോയിരുന്നോളൂ. സേട്ടുജി, അത് അവന് വിരല് മുറിഞ്ഞു പോയിനി, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഞാനിവിടെ വീട്ടുജോലി എല്ലാം ചെയ്തു തരാം. എന്റെ അനിയനെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. സേട്ടുജി, എന്തിനാ ഇവര് വന്നത് ഇവിടെ കരയുന്നേ? എന്താണ് ഇവരുടെ പ്രശ്നം? അതൊന്നുമില്ല, ചെറുക്കന്റെ കൈ ചെറുങ്ങനെ മുറിഞ്ഞിനി, അതിന് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞിട്ട് കരിയാ. അപ്പക്കുട്ടാ, ഒത്തിരി മുറിഞ്ഞോ കയ്യേ? കുപ്പിയും പാട്ടെല്ലാം പറക്കുമ്പോ നോക്കിയിട്ട് പറക്കണ്ടേ? ശ്രദ്ധിച്ചിട്ട് വേണ്ടേ ജോലി ചെയ്യുമ്പോ? അയ്യോ, ഇത് ഒരുപാട് മുറിഞ്ഞില്ലല്ലോ, ഇത് ചോര നിൽക്കുന്നില്ലല്ലോ. കൈ ചെറുങ്ങനെ മുറിഞ്ഞതിനെല്ലാം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റുമോ? അതിനെല്ലാം ഒത്തിരി കാശ് ചെലവുള്ളതല്ലേ. അതിനൊരു തുണി വെച്ച് കെട്ടിയിട്ട് വീട്ടിൽ പോയിരുന്നോളൂ. സേട്ടുജി, അങ്ങനെ പറയല്ലേ. കൈ ഒത്തിരി മുറിഞ്ഞിനി, ഒത്തിരി ചോരയും പോകുന്നുണ്ട്. ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം സേട്ടുജി. ഞാൻ ജോലി ചെയ്തിട്ട് കാശ് തന്നോണ്ട്. സേട്ടുജി, നിങ്ങൾ ഈ ചെറുക്കനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വരൂ. ഈ പെണ്ണിനെ കൊണ്ട് ഞാൻ ഇവിടെ വീട്ടുജോലി എല്ലാം ചെയ്യിപ്പിക്കാം. അതൊന്നും നടക്കില്ല, അതിനെല്ലാം ഒരുപാട് കാശ് ചെലവുണ്ട്. ഹോസ്പിറ്റലിലേക്കൊന്നും പോകാൻ പറ്റില്ല. നിങ്ങൾ ഒന്ന് കൊണ്ടുപോയിട്ട് വരി. അത് ചോര നിൽക്കുന്നില്ല. നാളെ അവരെന്നെ വേണ്ട ഡബ്ബിയും പാട്ടയും പൊറുക്കാനേ. അവർ ചെയ്യുന്ന ജോലിയിൽ നിന്നല്ലേ നമ്മളും ഭക്ഷണം കഴിക്കുന്നത്. പോവാം. വാട ചെറുക്ക, അവിടെ നിന്ന് കിടങ്ങാതെ പെട്ടെന്ന് വാ. ഞാൻ പോയിട്ട് വരാം ചേച്ചി. ഹായ്, മോന് ഹോസ്പിറ്റലിൽ പോയിട്ട് വാ. കരയണ്ട, പെട്ടെന്ന് ഭേദമാകും. ചേച്ചി വീട്ടിലുള്ള ജോലി എല്ലാം ചെയ്യട്ടെ. വേഗം പോയിട്ട് വാ. ഞാൻ അല്പനേരം ഇവിടെ ഒന്ന് കടന്നോട്ടെ. നീ വീട്ടിലുള്ള എല്ലാ ജോലിയും ചെയ്തിട്ട് വരൂ. ഹായ് മാഡം, എല്ലാം ഞാൻ ചെയ്തോളാം. എന്റെ അനിയനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞതിന് ഒത്തിരി നന്ദിയുണ്ട്. പോയി ജോലി ചെയ്തോളൂ. അടുക്കളയിൽ പോയിട്ട് എനിക്ക് ആദ്യം ഒരു ഗ്ലാസ് ചായ കൊണ്ടുവരൂ. ഹായ് മാഡം, കൊണ്ടുവരാം. കൊച്ചമ്മക്ക് നല്ല ചായ ഉണ്ടാക്കി കൊടുക്കണം. കൊച്ചമ്മ എന്റെ അനിയനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞതല്ലേ, നല്ല സ്ത്രീയാ. അപ്പുക്കുട്ടനെ ഹോസ്പിറ്റലിൽ എത്തിയാവോ? ഒത്തിരി ചോര പോകുന്നുണ്ട്. എന്റെ അനിയനെ ഒന്നും പറ്റില്ല, ദൈവമേ കാക്കണേ. കൊച്ചമ്മ ചായ. ഇത്ര പെട്ടെന്ന് ചായ കൊണ്ടുവന്നു. ചായ തരൂ. കൊച്ചമ്മക്ക് വേണ്ടി കടുപ്പം കൂട്ടി നല്ലൊരു ചായ ആക്കിനി. കുടിച്ചു നോക്കിയിട്ട് പറയാം. ശരിക്കും നന്നായിട്ടുണ്ട്. ഇത്രയും ടേസ്റ്റുള്ള ചായ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ കുടിക്കുന്നത്. വെറുതെ പറയല്ല, നല്ല രുചിയുള്ള ചായ. കൊച്ചമ്മ താങ്ക്സ്. ഭക്ഷണമെല്ലാം നല്ലോണം പാകം ചെയ്യും തോന്നുന്നല്ലോ. ഇന്ന് ഉച്ചത്തേക്കുള്ള ഭക്ഷണമെല്ലാം നീ തന്നെ റെഡിയാക്കിക്കോ. ഹായ് കൊച്ചമ്മേ, സന്തോഷമുള്ളൂ. ഇന്ന് എല്ലാ ഭക്ഷണവും ഞാൻ പാകം ചെയ്യാം, അതിരുചിയോടെ. നോക്കട്ടെ നിന്റെ കൈപുണ്യം എങ്ങനെയുണ്ടെന്ന്. പോയി പാകം ചെയ്തോളൂ. ഞാനിപ്പോൾ എന്ത് ഭക്ഷണം പാകം ചെയ്യേണ്ടത്? ഫ്രിഡ്ജിൽ എന്താ ഉള്ളത് നോക്കാം. ഇന്ന് കൊച്ചമ്മക്കും സേട്ടുജിക്കും നല്ല ഭക്ഷണം പാകം ചെയ്യണം. എൻ്റെ അനിയനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ കാട്ടിയ വലിയ മനസ്സിന് ഞാനിന്ന് എൻ്റെ ഭക്ഷണത്തിലൂടെ നന്ദി അറിയിക്കണം. ഈ കാശുള്ള ആൾക്കാർ എന്ത് ഭാഗ്യമുള്ളവരാണ്. എന്നും ഒത്തിരി വിഭവങ്ങൾ ഒത്തിരി കഴിക്കാം. അപ്പക്കുട്ടനെ ഇനിയും കാണാനില്ലല്ലോ, എന്തായെന്തോ. പെട്ടെന്ന് ചെയ്യാം. അടുക്കള ജോലി കഴിഞ്ഞിട്ട് വേണം പുറന്നുള്ള എല്ലാ ജോലിയും ചെയ്യാൻ. നമ്മുടെ അച്ഛനും അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ അനിയൻക്കും എനിക്കും ഒത്തിരി ഭക്ഷണം കഴിക്കാമായിരുന്നു. എല്ലാം കഴിഞ്ഞു. ഇനി പുറമേലുള്ള ജോലി ചെയ്യാം. ഈശ്വര, ഞാൻ എന്താ കാണുന്നേ? ഇത്രയും പെട്ടെന്ന് ഇത്രയും ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയ നീ. കഴിഞ്ഞു കൊച്ചമ്മേ. ഇനി എന്തെങ്കിലും വേണമെങ്കിൽ പറയൂ, ഞാൻ ഉണ്ടാക്കി തരാം. എന്തുമാത്രം വിഭവങ്ങളാണ് ഉണ്ടാക്കിനേ ഇത്ര പെട്ടെന്ന്? ഫിഷ്, ചിക്കൻ, എഗ്, നൂഡിൽസ്. വാവ്, എല്ലാ ഐറ്റംസ് ഉണ്ടല്ലോ. ഇതെങ്ങനെ ഇത്ര പെട്ടെന്ന് ഉണ്ടാക്കിയത്? കൊച്ചമ്മ, അത് ഞാൻ ചെറുപ്പം മുതലേ ഭക്ഷണം പാകം ചെയ്യും, അതുകൊണ്ടായിരിക്കാം പെട്ടെന്നായത്. എന്നാലും ഇത്ര വിഭവങ്ങൾ ഇത്ര പെട്ടെന്നോ? ഒന്ന് രുചിച്ചു നോക്കട്ടെ ആദ്യം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടല്ലോ പിസ്സ എല്ലാം. എന്ത് ടേസ്റ്റുള്ള പിസ്സയാണ്, നല്ല സോഫ്റ്റ് ഉള്ള പിസ്സ. വാവ്, നല്ല രുചി. കൊച്ചമ്മേ, എല്ലാം കഴിച്ചോക്കൂ കൊച്ചമ്മേ. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പറയണം, ശരിയാക്കി തരാം. നല്ല ടേസ്റ്റ്. ഇങ്ങോട്ട് വന്ന് നല്ല മോള് നല്ല ഉഗ്രനായിട്ട് ഭക്ഷണം പാകം ചെയ്തിരിക്കുന്നു. നമുക്ക് ചേട്ടൂജി വന്നിട്ട് എല്ലാവർക്കും ഒന്നിച്ച് ഭക്ഷണം കഴിക്കാം. ആയി കൊച്ചമ്മേ, ഞാൻ തുണി അലക്കാൻ പോയിട്ട് പുറമെയുള്ള ജോലിയെല്ലാം ചെയ്തിട്ട് വരാം. ആയിക്കോട്ടെ മോളെ, പോയി ജോലി ചെയ്തോളൂ. ഈശ്വര, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്ത് രുചിയിലാ ഇത്ര വിഭവങ്ങൾ ഇത്ര പെട്ടെന്ന് ആ കുറിച്ചുണ്ടാക്കിയിരുന്നേ. എല്ലാം കൊണ്ടുപോയി ഡൈനിങ് ടേബിളിൽ വെക്കാം.
സേട്ടുജി വന്നിട്ട് എല്ലാവർക്കും ഒന്നിച്ച് ഭക്ഷണം കഴിക്കാം. സേട്ടുജി വന്നു തോന്നുന്നു. ഒരുപാട് നേരമായി സേട്ടുജിക്ക് വിശന്നിട്ടുണ്ടാവും. വിശന്നാ പിന്നെ അയാൾക്ക് കണ്ണു കാണില്ല. ഒരുപാട് നേരമായി വിശന്നിട്ട് വയ്യ. ോട്ട് പോകുന്ന കണ്ട കുട്ടികളെല്ലാം ഞാൻ ചികിത്സിപ്പിക്കാൻ കൊണ്ടുപോകണം. എന്തിനാ പറയുന്നത്? എന്റെ ഭാര്യയെ പറഞ്ഞാൽ മതിയല്ലോ. എത്ര നേരമായി കോളിംഗ് ബെല്ലടിച്ചിട്ട് ഇവളെന്താ വാതിൽ ഓർക്കാത്ത? നീ ഡോറ് തുറക്കാൻ എന്താ ഇത്ര വൈകിയത്? ഞാൻ ഭക്ഷണമെല്ലാം ഡൈനിങ് ടേബിൾ എടുത്ത് വെക്കായിരുന്നു, അതാ വൈകിയത്. എനിക്ക് വിശന്നിട്ടാണെങ്കിൽ കണ്ണ് കാണില്ല. ഈ ചെക്കനെ ഡോക്ടറെ കാണിക്കുമ്പോൾ നേരം ഒരുപാടായി. ഡൈനിങ് ടേബിളിൽ ഭക്ഷണം എടുത്ത് വെച്ചു, നിങ്ങൾ പോയി കഴിച്ചോളൂ. ആ അപ്പോ കൈ വേദന കുറവുണ്ടോ? ആ കൊച്ചമ്മേ, ഡോക്ടർ ഇഞ്ചക്ഷൻ തന്നു, മരുന്നും വെച്ച് കെട്ടി. വേദന ഇപ്പൊ കുറവുണ്ട്. എന്നാ നീ ഇവിടെ ഇരിക്ക്, ചേച്ചി പുറത്തെന്തോ പണിക്ക് പോയി, ഞാൻ ഭക്ഷണം തരാം നിങ്ങൾക്ക്. ഓയ്, എന്തുമാത്രം ഭക്ഷണങ്ങളായത്. നല്ല വിഷമുണ്ട്. നല്ല ഭക്ഷണം കഴിക്കണം. എന്താ ടേസ്റ്റ്? ഇത് എന്റെ ഭാര്യ വെച്ചതല്ലോ. ഇത് എവിടെ നിന്ന് വാങ്ങിച്ചതാണോ? എന്താ ടേസ്റ്റ് ഇതിനല്ലോ? പിസ്സക്കല്ല, എന്താ ടേസ്റ്റ്? നല്ല ഹോട്ടലത്തെ ഭക്ഷണം പോലെ ഉണ്ട്. ഇതെന്താ പാസ്റ്റയോ? എന്റെ ഫേവറേറ്റാ നൂഡിൽസ്. എന്ത് ഭംഗിയില്ല ഇതിനാക്കിന്. അത് കാണുമ്പോൾ തന്നെ പുതിയാന്ന് തിന്നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതെന്താ സൂപ്പോ? ഇതിങ്ങനെ പാത്രത്തോടെ അങ്ങോട്ട് കൗത്തി കുടിക്കട്ടെ. ഒരുപാട് നാളായി ഇങ്ങനത്തെ നല്ല ഭക്ഷണം കഴിച്ചിട്ട്. അന്നേ പോയോ കല്യാണത്തിന് പോയപ്പോൾ കഴിച്ചതാ. നല്ല ഭക്ഷണം. വയറ് നിറഞ്ഞു. ഇനി പോയിട്ട് കുറച്ച് വിശ്രമിക്കാം. കൊച്ചമ്മ, എന്താ പറ്റിയേ? ഞാൻ നീ ഉണ്ടാക്കിയ ഭക്ഷണം എല്ലാം ഡൈനിങ് ടേബിളിൽ കൊടുന്ന് നിരത്തി വെച്ചിരുന്നതാ. ഒരല്പം പോലും ഭക്ഷണം ബാക്കി വെക്കാതെ ആ സേട്ടുജി എല്ലാം കഴിച്ചിട്ട് പോയി മോളെ. ഇനി ഞാൻ എന്താ കഴിക്കാ? നിങ്ങൾക്ക് എന്താ ചെയ്യാ? അയ്യോ, ഇതെല്ലാം കഴിച്ചല്ലോ. സാരമില്ല കൊച്ചമ്മ, ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. എന്റെ ജോലിയെല്ലാം കഴിഞ്ഞു. തുണികളെല്ലാം അലക്കിയിനി. എല്ലാം പുറമെല്ലാം അടിച്ചോരിയിട്ട് വന്നാണ്. എന്റെ ജോലി കഴിഞ്ഞു കൊച്ചമ്മ. ഞാൻ അനിയനെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോവുക. അയ്യോ മോളെ, ഭക്ഷണം കഴിക്കാതെ ഒരുപാട് വൈകി. ഒരല്പം പോലും ഭക്ഷണം തരാനില്ലല്ലോ. അത് സാരമില്ല കൊച്ചമ്മേ, ഞങ്ങൾക്ക് പട്ടിണി കിടന്ന് നല്ല ശീലമുണ്ട്. അയ്യോ പാവം കുട്ടികള്, ഒരു നേരത്തെ ഭക്ഷണം പോലും കൊടുത്തില്ല. എന്തൊരു സേട്ടുജിയാണത്. എല്ലാ ഭക്ഷണവും ഒറ്റക്ക് തിന്നുന്നു. വല്ലാത്തൊരു വക്കാസുരൻ എന്നത്. അയ്യോ അപ്പുക്കുട്ടാ, നീ എന്തിനാ സോഫയെ കയറിയിരുന്നത്? ആ സേട്ടുജി കാണണ്ട, തല്ല് കിട്ടും. അയ്യോ ചേച്ചി, എനിക്കറിയില്ലായിരുന്നു. ഞാൻ അറിയാതിരുന്നതാ. ബാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. അയ്യോ ചേച്ചി, കൊച്ചമ്മ ഭക്ഷണം തരാന്ന് പറഞ്ഞതാ. ഭക്ഷണം കഴിച്ചിട്ട് പോവാം. അപ്പുക്കുട്ടന് വിശക്കുന്നുണ്ട്. ഇല്ലടാ മോനെ, ഭക്ഷണമെല്ലാം ആ സേട്ടുജി ഒറ്റക്ക് തിന്നു. ഞാൻ ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കിയതായിരുന്നു. ആ സേട്ടുജി ഒരല്പം പോലും മിച്ചം വെക്കാതെ എല്ലാം തിന്ന് കാലിയാക്കിനി. ഞാൻ വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കി തരാം, വാ. അയ്യോ ചേച്ചി, അപ്പുക്കുട്ടന് വിശക്കുന്നു. ചേച്ചി രാവിലെ ഒന്നും കഴിച്ചില്ലല്ലോ അപ്പുക്കുട്ട. ചേച്ചിക്ക് നല്ല വിശപ്പുണ്ട്. സാരമില്ല, അപ്പുക്കുട്ടന്റെ കൈ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കെട്ടി റെഡിയാക്കി തന്നല്ലേ, അത് മതി. നമുക്ക് വീട്ടിലേക്ക് പോവാം. മഴ പെയ്യുന്ന പോലെ ഉണ്ട്. വേഗം നടക്ക, നമുക്ക് നമ്മളെ വീട്ടിലേക്ക് എത്തണം വേഗം. ചേച്ചി, അപ്പുക്കുട്ടന് വിശക്കുന്നു. വീട്ടിലെത്തിയിട്ട് എന്തെങ്കിലും ആക്കി തരാം ചേച്ചി. കഞ്ഞി വെച്ച് തരാട്ടോ. മഴ ചേച്ചി നേരത്തെ പറയുന്നതല്ലേ, വേഗം നടക്ക് നടക്ക്, മഴ പെയ്യുന്നു. മഴ പെയ്തു. നീ വീട്ടിലെത്തുമ്പോക്ക് വെള്ളം കയറിടാ. നമ്മുടെ വീട്ടിലേക്കെല്ലാം വെള്ളം കയറിയിട്ടുണ്ടോ? പെട്ടെന്ന് നടക്ക്. അയ്യോ ചേച്ചി, ഇടി പൊട്ടണ്ട. അപ്പുക്കുട്ടന് പേടിയാവുണ്ട് ചേച്ചി. മോന് പേടിക്കല്ല കുട്ടാ, ചേച്ചി ഉണ്ടല്ലേ. എന്താ നല്ല മഴയും വെള്ളമെല്ലാം കയറിന്. ആ വീട്ടിന്റെ അവിടെ എല്ലാം വെള്ളം കയറിന്. നമ്മളെ വീട്ടിലേക്കും വെള്ളം കയറിയിട്ടുണ്ടാവും. വേഗം വാ, നടക്ക അപ്പുക്കുട്ടാ. ചേച്ചിനെ വിഷമിപ്പിക്കല്ലേ, നടക്ക്. അയ്യോ ഈശ്വര, നമ്മുടെ വീട് കാണാനില്ലല്ലോ അപ്പുക്കുട്ടാ. ചേച്ചി, നമ്മുടെ വീട് എവിടെ പോയി? അയ്യോ ഈശ്വര, ഞങ്ങളെ വീട് കടലിൽ കൊണ്ടുപോയല്ല. ഞാനും എന്റെ അനിയനും ഇനി എവിടെ താമസിക്കുക? അയ്യോ ചേച്ചി, കരിയല്ല ചേച്ചി. അപ്പുക്കുട്ടന് വിഷമാന്ന് ചേച്ചി. കരിയല്ല ചേച്ചി. അപ്പുക്കുട്ടായി ചേച്ചി, അപ്പുക്കുട്ടനെ കൊണ്ട് എവിടെ പോയി താമസിക്കുക? നമ്മളെ വീടും സാധനങ്ങളെല്ലാം വലിച്ചു പോയി അപ്പുക്കുട്ട. ദൈവമേ, എന്തിനാ ഞങ്ങൾ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? ചേച്ചി, നമുക്ക് പോവാം, ഇവിടുന്ന് പോവാം. വെള്ളം കയറുന്നുണ്ട് ചേച്ചി. ഇനി വീട് കൊണ്ടുപോയ പോലെ നമ്മളെ പോവാ ചേച്ചി. എങ്ങോട്ടാ പോണ്ടത് മോനെ? ഇനി എവിടേക്കാണ് നമ്മൾ പോണ്ടത്? ചേച്ചിക്ക് ഒന്നും അറിയില്ലല്ലോ. ചേച്ചി, എനിക്ക് ദൈവം ഒരു വഴി കാട്ടി തരാതിരിക്കില്ല ചേച്ചി. എനിക്ക് ഇങ്ങനെ വിഷമിക്കല്ലേ ചേച്ചി. അപ്പുക്കുട്ടനും വിഷമാവുന്നുണ്ട്.